വെൽക്കം ടു PSC സഹചാരി. 2025 ജനുവരി 11 ശനിയാഴ്ച നടന്ന 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജിലെ ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഓപ്ഷൻ ഡി, വേമ്പനാട്ട് കായൽ. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34 ആണ്. അതിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ടവയാണ്, 7 എണ്ണം ഉൾനാടൻ കായലുകളാണ്. കായലുകളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി. കായലുകളുടെ രാജ്ഞിയാണ് ശാസ്താംകോട്ട കായൽ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ, എറണാകുളം, കോട്ടയം. വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ കായലുകൾ റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2002 ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകമാണ് പൂക്കോട്. വടക്കേ അറ്റത്തെ തടാകമാണ് ഉപ്പളക്കായൽ, തെക്കേ അറ്റത്തെ തടാകമാണ് വേളിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം. ഓപ്ഷൻ ബി, ബുദ്ധമയൂരി. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ആന. ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മത്സ്യം കരിമീൻ. പുഷ്പം കണിക്കൊന്ന. ഫലം ചക്കയാണ്. വൃക്ഷം തെങ്ങ്. ശലഭം നമ്മൾ പറഞ്ഞു ബുദ്ധമയൂരി. പാനീയം ഇളനീർ. മലയാളമാണ് എൻ്റെ ഭാഷ എന്ന് തുടങ്ങുന്നതാണ് കേരളത്തിൻ്റെ ഭാഷാപ്രതിജ്ഞ. ഇത് എഴുതിയത് MT വാസുദേവൻ നായരാണ്. ജയ ജയ കോമള കേരളധരണി എന്ന സാംസ്കാരിക ഗാനം എഴുതിയതാരാണ്? ബോധേശ്വരനാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ, കബനിയാണ്. അപ്പോൾ ആദ്യത്തെ 5 നദികളുടെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പെരിയാർ 244 കിലോമീറ്റർ, ഭാരതപ്പുഴ 209 കിലോമീറ്റർ, പമ്പ 176 കിലോമീറ്റർ, ചാലിയാർ 169 കിലോമീറ്റർ, ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥലമാണ് ശിവഗിരിമല. ഭാരതപ്പുഴ ആനമല, പമ്പ പുളിച്ചിമലയാണ്, ചാലിയാർ ഇളമ്പലേരിക്കുന്ന്, ചാലക്കുടി പുഴ ആനമല. 34ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. ഓപ്ഷൻ ഡി, PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവ്ലിംഗ് ത്രോയിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. 89.45 മീറ്ററാണ് വരുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 5 വെങ്കല മെഡലുകളാണുള്ളത്. മനു ബാക്കർ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടി. സരബ്ജിത്ത് സിംഗും മനു ബാക്കറും ചേർന്ന് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലം നേടി. അമൻ 57 കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കലം നേടിയിട്ടുണ്ട്. സ്വപ്നിൽ കുസാലെ 50 മീറ്റർ റൈഫിൾ വെങ്കലം നേടി. ഇന്ത്യൻ ഹോക്കി ടീമും വെങ്കലം നേടിയിട്ടുണ്ട്. നമുക്കറിയാം, അമേരിക്കയായിരുന്നു 1ാം സ്ഥാനം നേടിയിരുന്നത്. ടോട്ടൽ 126 മെഡലുകൾ നേടി. 40 എണ്ണം സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. ചൈനയ്ക്ക് 2ാം സ്ഥാനമായിരുന്നു. ടോട്ടൽ 91 മെഡലുകൾ നേടി. അതിൽ 40 എണ്ണം സ്വർണമായിരുന്നു. ജപ്പാൻ 3ാം സ്ഥാനമായിരുന്നു. ഇന്ത്യക്ക് ടോട്ടൽ കിട്ടിയ മെഡൽ 6 എണ്ണമായിരുന്നു. അതിൽ സ്വർണ്ണ മെഡൽ ഇന്ത്യ നേടിയിട്ടില്ല. 1 വെള്ളിയും 5 വെങ്കലവും. ഇന്ത്യയിൽ നിന്ന് 117 പേരാണ് പങ്കെടുത്തത്. കേരളത്തിൽ നിന്ന് 7 മലയാളികൾ പങ്കെടുത്തു. 2024 പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 33ാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. ഇന്ത്യയുടെ സ്ഥാനം 71ആണ്. ജാവലിംഗ് ത്രോയിൽ ഗോൾഡ് മെഡൽ ലഭിച്ചത് പാകിസ്ഥാൻകാരനായ അർഷാദ് നദീമിനാണ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളികൾ ആരൊക്കെയാണ്? PR ശ്രീജേഷ് ഹോക്കിയാണ് ഐറ്റം. HS പ്രണോയ് ബാഡ്മിൻ്റൺ. അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ്. 4x400 റിലേയിൽ പങ്കെടുത്തവരാണ്
മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അമോജ് ജേക്കബ്, മിജോ ചാക്കോ കുരിയാൻ. അടുത്തൊരു പോയിൻ്റാണ്, ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് അമൻ, 57 കിലോഗ്രാം ഗുസ്തിയിൽ. വിനേഷ് ഫോഗട്ട് പങ്കെടുത്തത് 50 കിലോഗ്രാം ഗുസ്തിയിലായിരുന്നു. എന്നാൽ ഫൈനൽ റൗണ്ടിൽ ഇവർക്ക് 100 ഗ്രാം കൂടിയതിൻ്റെ പേരിൽ അയോഗ്യയാക്കി. പാരീസ് ഒളിമ്പിക്സിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ഐറ്റമായിരുന്നു ബ്രേക്ക് ഡാൻസ്. ഇതിൽ വിജയിച്ചത് അമിയാണ്. അമി എന്ന് പറയുന്നത് ജപ്പാൻകാരിയാണ്. അടുത്തത്, ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അഭയാർത്ഥി ടീം ഒരു മെഡൽ നേടിയിട്ടുണ്ട്. സിൻഡി നഗംബെ, കാമറൂൺ ആണ് രാജ്യം വരുന്നത്. ഐറ്റം ബോക്സിംഗ് ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം. ഓപ്ഷൻ സി വരയാടാണ്. ഇപ്പോൾ സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. മയില് ചൂളന്നൂർ വന്യജീവി സങ്കേതത്തിൽ. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ, വെള്ളക്കാട്ടുപോത്ത്, മഗ്ഗർ മുതല ഇതൊക്കെ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. മക്കാച്ചി കാട തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ. ചിത്രകൂടൻ പക്ഷി പക്ഷിപാതാളം പക്ഷി സങ്കേതത്തിലാണ്. കടവാവൽ മംഗളവനം. പന്നിമൂർക്കൻ തവള കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലാണ്. റീഡ് തവള കക്കയം വന്യജീവി സങ്കേതത്തിൽ. ഏഷ്യൻ സിംഹം കാണപ്പെടുന്നത് ഗിർ വനത്തിലാണ്. സാങ്ഖായി മാൻ കാണപ്പെടുന്നത് കേപ്പുൾ ലംചാവോ നാഷണൽ പാർക്കിലാണ്. ഇത് മണിപ്പൂരിലാണ് വരുന്നത്. കാസിരംഗ നാഷണൽ പാർക്കിലാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്നത്. ഹെമിസ് നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ഹിമപ്പുലി. നന്ദൻ ക്യാൻ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് ഒഡീഷയിലാണ്. വെള്ളക്കടുവയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ, അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. ഓപ്ഷൻ ഡി നംച ബർവ. അപ്പോൾ നമുക്കറിയാം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. പൂർവ്വഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് ജിന്തഗഡ, ഇത് ആന്ധ്രാപ്രദേശിലാണ്. നീലഗിരി കുന്നിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ധോഡാബേട്ട, തമിഴ്നാടാണ്. വിന്ധ്യ സത്പുര നിരയിലാണെങ്കിൽ അമർഗണ്ഡക്ക്. വിന്ധ്യ പർവ്വത നിരയിലാണെങ്കിൽ അമർഗണ്ഡക്കും, സത്പുരയാണെങ്കിൽ ധൂപ്ഗാർഹ്, മധ്യപ്രദേശ്. ആരവല്ലി നിരയിലാണെങ്കിൽ മൗണ്ട് ഗുരു ശിഖറാണ്, രാജസ്ഥാനിലാണ് വരുന്നത്. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാകുമ്പോൾ പരശുനാഥ് കുന്നുകളാണ്, ജാർഖണ്ഡ്. 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻ സി കരീവയാണ്. അപ്പോൾ ഉത്തര മഹാസമതലവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് താഴെ കൊടുത്തത്. ഫസ്റ്റ് വൺ, ബാബർ. നമുക്കറിയാം, പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് ബാബർ. ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന പ്രദേശമാണിത്. നെക്സ്റ്റ് ആണ് ടെറായ്. ബാബർ പ്രദേശത്തെ അപ്രത്യക്ഷമാകുന്ന ജലപ്രവാഹം വീണ്ടും ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന പ്രദേശമാണ് ടെറായ്. ഇത് ചതുപ്പ് നിലയമാണ്. സസ്യങ്ങൾ ഇടതൂർന്ന് വളരുന്നതും ടെറായ് പ്രദേശത്താണ്. അടുത്തതാണ് ബങ്കർ. പഴയ എക്കൽ മണ്ണ് നിക്ഷേപമാണ് ഇവിടെ കാണപ്പെടുന്നത്. ഏറ്റവും വിസ്തൃതമായ പ്രദേശമാണ് ബങ്കർ. അടുത്തതാണ് ഗാദർ. പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഗാദർ. UN മണ്ണ് വർഷവും പ്രകാശ വർഷവുമായിട്ട് ആചരിക്കുന്നത് 2015 പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കറുത്ത മണ്ണാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും ലാറ്ററൈറ്റ് മണ്ണാണ്. നമുക്കറിയാം, ലോക മണ്ണ് ദിനമാണ് ഡിസംബർ 5. 38ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിലവിൽ വരുന്നത് 2010 ഒക്ടോബർ 18.
പരിസ്ഥിതി കേസുകൾ മാത്രം പരിഗണിക്കുന്ന ഒരു സ്ഥാപനമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയിലാണ്. ഇതിൻ്റെ പ്രാദേശിക ആസ്ഥാനങ്ങളാണ് ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ചെന്നൈ. ജുഡീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മിനിമം 10 പേരും മാക്സിമം 20 വരെയും പോകാം. എക്സ്പേർട്ട് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിമം 10ഉം മാക്സിമം 20ഉം. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർമാനാണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് സ്വമേധയാ കേസെടുത്ത ഒരു സ്ഥാപനമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീപിടിച്ച സംഭവത്തിൽ 100 കോടി പിഴ ചുമത്തിയ സ്ഥാപനവും ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് കരമനയാർ. എന്നാൽ കേന്ദ്ര മലിനീകരണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്ന നദിയാണ് കല്ലായിപ്പുഴ. സെക്കൻഡ് വരുന്നത് കരമനയാറാണ്. അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. ആമാശയ രസത്തിലെ പ്രധാന ഘടകമാണ് HCl, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എൻഡോസൾഫാണിലാണെങ്കിൽ ഓർഗാനോ ക്ലോറൈഡ്, ബ്ലീച്ചിങ് പൗഡർ ക്ലോറിനാണ്, LPG ബ്യൂട്ടെയിൻ, LNG CNG, ഗ്ലോബൽ ഗ്യാസ് ബയോഗ്യാസ്, ഇതിലൊക്കെ മീഥെയിനാണ്. ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകമാണ് CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ. 40ാമത്തെ ക്വസ്റ്റ്യൻ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകം. അപ്പം നദികളുടെ 3 ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഉപരിഘട്ടം. ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് താഴ്വരയും വെള്ളച്ചാട്ടവും. മധ്യഘട്ടത്തിലാകുമ്പോൾ മിയാൻഡർ, ഓക്സ്ബോ തടാകം. കീഴ്ഘട്ടത്തിൽ കാണപ്പെടുന്നത് പ്രളയ സമതലം, ഡെൽറ്റ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൻവർ തടാകം. കൻവർ തടാകം സൃഷ്ടിക്കുന്നത് ഗണ്ഡകി നദിയാണ്, ബീഹാറിലെ ഗണ്ഡകി നദി. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം. വൈന്തല തടാകം സൃഷ്ടിക്കുന്നത് ചാലക്കുടി പുഴയാണ്, തൃശ്ശൂർ ജില്ലയിലെ. അപ്പോൾ നമ്മുടെ 4ാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോയിൻറ്റ്സോ ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി പാർട്ട് 5 വീഡിയോസിൽ കാണാം. താങ്ക് യു.